മറ്റു വാർത്തകളിലേക്ക്. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനത്തിൽ ക്ഷേത്ര ഉപദേശക സമിതിക്ക് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിപ്ലവഗാനം പാടിയത് ലാഘവത്തോടെ കാണാനാകില്ലെന്ന് കോടതി. സംഭവത്തിൽ പോലീസ് കേസെടുക്കേണ്ടതായിരുന്നു. ഗാനമേളയ്ക്ക് എത്ര തുക ചെലവഴിച്ചെന്നും എങ്ങനെയാണ് പിരിച്ചതെന്ന് അറിയിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. അഹമ്മദ് മുജ്തബ വിശദാംശങ്ങൾ നൽകും. മുജ്തബ, നേരത്തെയും ഈ രീതിയിലുള്ള വിമർശനം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണ്. ഇന്നിപ്പോൾ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് കോടതിക്കകത്ത്? പ്രധാനമായും ഈ വിഷയത്തിൽ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റിന്റെ നേരിട്ടുള്ള വിശദീകരണം ഇന്ന് കോടതി തേടിയിരുന്നു. ആ വിശദീകരണം നൽകിയപ്പോഴാണ് കൂടുതൽ രോഷത്തോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രൂക്ഷമായി കോടതി വിമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷൻ പറഞ്ഞത്, അല്ലെങ്കിൽ പ്രസിഡന്റ് പറഞ്ഞത്, ഓഡിയൻസ് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് വ്യത്യസ്ത പാട്ടുകൾ അവതരിപ്പിച്ചത്. അല്ലെങ്കിൽ അവർ ഈ കേൾവിക്കാർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഓരോ പാട്ടുകൾ ഇങ്ങനെ പാടുകയായിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല. അമ്പലപ്പറമ്പ് അതിനല്ല എന്ന് കോടതി പറയുന്നുണ്ട്. അമ്പലപ്പറമ്പിൽ ഇത്തരത്തിലുള്ള പരിപാടികളല്ല നടത്തേണ്ടത്. ഉത്സവം കൂടാനാണ് ക്ഷേത്രത്തിൽ ഭക്തർ എത്തുന്നതെന്നും കോടതി പറഞ്ഞു. ഇങ്ങനെ ഗാനം ആലപിച്ചപ്പോൾ തന്നെ നിർത്താൻ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഈ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് ഒരു മറുപടി പറഞ്ഞില്ലെങ്കിൽ പോലും അത് കോടതി ചെവിക്കൊണ്ടില്ല. കേസെടുത്തിരുന്നു എന്നും കോടതി ചോദിച്ചിട്ടുണ്ട്. പോലീസ് കേസെടുക്കേണ്ടതായിരുന്നു. സ്റ്റേജ് ലൈറ്റ് സംവിധാനങ്ങൾക്ക് എത്ര രൂപ ചെലവഴിച്ചു എന്ന് കോടതി ചോദിച്ചപ്പോൾ സ്പോൺസർഷിപ്പാണ്, അതായത് പുറമെ നിന്ന് ഇങ്ങനെ ഒരു സ്പോൺസർഷിപ്പാണ്, ഇതിന് ഈ സ്പോൺസർഷിപ്പ് വഴിയാണ് തുക കണ്ടെത്തിയതെന്ന് മറുപടി നൽകി. അപ്പോൾ കോടതി ചോദിക്കുന്നത്, പുറമെ നിന്ന് പണം സ്വീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി അനുവദിച്ചു എന്ന് വീണ്ടും വിമർശനമുണ്ട്. അങ്ങനെയെങ്കിൽ അപ്പോൾ പരാതിക്കാരൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേത്രോപദേശക സമിതി അധ്യക്ഷൻ ഭാരവാഹി ഈ അധ്യക്ഷൻ വ്യാപാര വ്യവസായ ഏരിയ കമ്മിറ്റിയുടെ ഒരു ട്രഷറർ കൂടിയാണ്. അങ്ങനെ ആ നിലക്കാണ് ഈ സ്പോൺസർ കണ്ടെത്തിയതെന്ന് പരാതിക്കാരൻ കോടതി അറിയിക്കുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള സ്പോൺസർഷിപ്പുകൾ അംഗീകരിക്കാനാവില്ല. പിരിച്ച പണം മുഴുവൻ ക്ഷേത്രത്തിന്റെ അക്കൗണ്ടിൽ എത്തണം. പരിപാടിയുടെ നോട്ടീസിൽ ദേവസ്വം ബോർഡിൽ നിന്ന് അനുമതി ഉണ്ടോ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. എല്ലാവരും ചേർന്നുള്ള കമ്മിറ്റിയാണ്, എല്ലാവർക്കും ഇത് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ അറിയാമെന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റിന്റെ മറുപടി. കഷ്ടമെന്നാണ് കോടതി ഇതിന് മറുപടി പറഞ്ഞത്. എന്തായാലും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മറുപടി നൽകണമെന്ന് കോടതി പറഞ്ഞു. ഇപ്പോ തൊട്ടടുത്ത ഹർജിയായി വീണ്ടും ഈ വിഷയം തന്നെ കോടതി പരിശോധിക്കുന്നുണ്ട്. അതിൽ ഈ LED വാൾ ഉൾപ്പെടെയുള്ള അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രദർശിപ്പിച്ച ചെങ്കൊടിയുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ കോടതി വിശദമായി തന്നെ പരിശോധിക്കും. സൈഫുദ്ദീൻ.